പറഞ്ഞ ഞാൻ ചെല്ലുന്നു ഉറക്കത്തെ ഉറക്കപ്പെടാം. പരിശുദ്ധാത്മാവേ, പ്രാവിന്റെ രൂപത്തില് എന്റെ തലയിലേക്ക് ഇറങ്ങി വരണമേ. പ്രാവിന്റെ രൂപത്തില് എന്റെ ശിരസിലേക്ക് ആവശ്യിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ശാന്തമായി ചെറുതായി വന്ന് കുറച്ച് ഒറ്റയടിക്കല്ല. എന്നെ നോക്കരുത്, ഈശോ നോക്കിക്കോ. കുറച്ച് വന്ന് പന്തക്കോസ്താദിനമായി പാട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ തലയ്ക്ക് മേലെ പ്രാവിന്റെ രൂപത്തില് പരിശുദ്ധാത്മാവ് പാടുന്നിറങ്ങി. അവർ പല ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന് മേൽ വന്നിറങ്ങി. നീ ഒരു പാട്ട് പാടുവാണ്. ആ പാട്ട് പാടി വർഷങ്ങൾക്ക് മുമ്പ് പാട്ട് പാടിയ പാടി. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിന്റെ ദിവ്യസ്നേഹം നിറഞ്ഞ തലോടലായി എന്നും യേശുവേ. മനസ്സിൻ ഭാരമെല്ലാം നിന്നോട് പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു. എന്തോരാനന്ദം അന്നോ വന്നിടുന്നോരാവശ്യങ്ങളിൽ സ്വർഗീയ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. എല്ലാം നിന്നന്മയ്ക്കായി തീർക്കുന്ന നാഥനിൽ പിരിയാത്തൊരാത്മീയ ബന്ധം. എന്തോരാനന്ദം ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിന്റെ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നും യേശുവേ. ഒരു നാൾ നാഥനെ ഞാൻ തിരിച്ചറിഞ്ഞു, തീരാത്ത സ്നേഹമായി അരികിൽ വന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ നീ കൃപയായി മഴയായി നിറവാർന്നൊരനുഭവമായി. എന്തോരാനന്ദം ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിന്റെ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നും യേശുവേ. മനസ്സിൻ ഭാരമെല്ലാം നിന്നോട് പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു. എന്തോരാനന്ദം പോവാൻ വേണ്ടിയിട്ടായിരുന്നു. കുട്ടിക്ക് രോഗമെന്ന് അറിഞ്ഞത് കൊണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ പുറകെ പോകാനായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ താല്പര്യം ഉണ്ടായിരുന്നത്. ആ ചേച്ചീൻ്റെ ഒരൊറ്റ നിർബന്ധപ്രകാരം ഞാനിപ്പോൾ 1 മാസം മുമ്പ് ഇവിടെ വന്നു. അന്ന് തൊട്ടിട്ട് ഈ വരുന്നോടം വരെ എൻ്റെ കുഞ്ഞിന് യാതൊരുവിധ അസുഖങ്ങളോ അവനൊരു ട്രീറ്റ്മെൻറ്റോ കൊടുക്കേണ്ട വന്നിട്ടില്ല. അപ്പോൾ സാക്ഷി പറയാൻ ആ കൊച്ചെൻ്റെ അടുത്ത് വന്നപ്പോഴേ അച്ഛൻ ഇരുന്നേ
ഞാൻ പറഞ്ഞു ഈ അത്രയും ലോകത്തിൽ പോകാത്ത ആസ്വദിയില്ല, കേരളത്തിൽ തന്നെയല്ല. ഞാൻ പറഞ്ഞു ആ കൊച്ചു കുടിച്ച മരുന്നെല്ലാം ഈ കൊച്ചിന് കൂടുതൽ വേറൊരാളുണ്ട്, അതാ കുടിച്ചതെന്ന്. അത് കുടിച്ചാൽ ഞാൻ അത്രയും മരുന്ന് കുടിച്ച് കൊച്ചു ജീവിക്കില്ല, അതാ കുടിച്ചതെന്ന്. അപ്പോൾ ഇവർക്ക് മനസ്സിലായില്ല. അന്നേരം ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു ഈ കൊച്ചിൻ്റെ ആ കൂട്ടുകാരൻ അങ്ങ് പോട്ടെ എന്ന്. ഒറ്റ നോട്ടുണ്ട് കൊച്ചു രൂപം മാറി, വേറെ കുട്ടിയായി മാറി. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ബത്തേരി എസ് ബാറിൽ ജോലി ചെയ്യുന്നതാണ്. രാത്രി 9 മണിക്ക് വീട്ടിൽ വന്നു കയറുമ്പോൾ ഒന്നില്ല, എൻ്റെ മോന് സുഖമല്ലാണ്ട് കിടക്കുന്ന അവസ്ഥയിലാണ് ഞാൻ കാണാറ്. ഒരു രാത്രി പോലും ഞങ്ങൾ 2 വർഷമായിട്ട് മനസ്സമാധാനം എന്താണ് കുടുംബത്തെ അറിഞ്ഞിട്ടില്ല. കയറി കിടക്കാൻ ഒരു വീടില്ല, ഷെഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ബ്രദർ വീട്ടിൽ വന്നു കണ്ടു, എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കി പോയതാണ്. ഇതുവരെ അന്ന് തൊട്ടിട്ട് ഇന്നോളം വരെ 1 മാസത്തേക്ക് ഒരു ബുദ്ധിമുട്ടും എൻ്റെ മോനെ രാത്രി കിടത്തി ഉറക്കാനും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നേരം വെളുത്ത് ഉണർത്താനും എനിക്കൊരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാ യേശുവിൻ്റെ കാരണത്താൽ ഞങ്ങളുടെ കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ.